മൂന്നാം മോദി സർക്കാർ നാളെ അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കൊപ്പം സുരേഷ് ഗോപി അടക്കമുള്ളവർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. വൈകിട്ട് 6 മണിക്ക് രാഷ്ട്രപതി ഭവനിൽ വച്ചാണ് ചടങ്ങ്. ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി 3-ാം തവണ പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുകയാണ് നരേന്ദ്രമോദി. NDAയുടെ നിറം മങ്ങിയ ജയത്തിനിടയിലും പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ഒരു പേര് മാത്രമേയുള്ളൂ. ഒറ്റയ്ക്ക് ഭൂരിപക്ഷമില്ലാത്തതിനാൽ സഖ്യകക്ഷികൾക്ക് വഴങ്ങേണ്ടി വരുമെന്ന പ്രചാരണങ്ങൾക്കിടെയാണ് മോദി ഒരിക്കൽ കൂടി രാജ്യത്തിന്റെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. രാഷ്ട്രപതിയെ കണ്ട് ഇന്നലെ അവകാശവാദം ഉന്നയിച്ച മോദി നാളെ സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ആരൊക്കെ കൂടെയുണ്ടാകുമെന്നതിൽ ഇപ്പോഴും സസ്പെൻസ് ബാക്കി. അമിത്ഷാ, JP നദ്ദ, നിതിൻ ഗഡ്കരി തുടങ്ങിയ മുതിർന്ന നേതാക്കൾ മന്ത്രിസ്ഥാനത്ത് തുടരാനാണ് സാധ്യത. ധനം, ആഭ്യന്തരം, പ്രതിരോധം, ഗതാഗതം തുടങ്ങിയ സുപ്രധാന വകുപ്പുകളെല്ലാം BJP തന്നെ കൈകാര്യം ചെയ്യും. മോദിയെ പ്രശംസിച്ച് TDP നേതാവ് ചന്ദ്രബാബു നായിഡുവും JDU നേതാവ് നിതീഷ് കുമാറും NDA യോഗത്തിൽ സംസാരിച്ചതോടെ BJP ഫോർമുല ഇരുകൂട്ടരും അംഗീകരിച്ചെന്ന് വ്യക്തം. 6 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ട TDP ഒന്നിലേക്ക് ഒതുങ്ങേണ്ടി വരും. 2 സഹമന്ത്രി സ്ഥാനവും പാർട്ടിക്ക് ലഭിക്കും. ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം 3 തവണ ശ്രീകാകുളത്ത് നിന്ന് MP-യായ കിഞ്ചാരപ്പു റാം മോഹന് ലഭിച്ചേക്കും. ആന്ധ്രയ്ക്ക് പ്രത്യേക പദവി കൂടാതെ സാമ്പത്തിക പാക്കേജും ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെടുന്നുണ്ട്. 4-ാം മന്ത്രിയോ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനമോ വേണമെന്നും പാർട്ടി സമ്മർദ്ദം ചെലുത്തുന്നു. JDUവിന് ഒരു ക്യാബിനറ്റ് മന്ത്രിയെയാണ് ലഭിക്കുക. കൃഷി, ഗ്രാമവികസനം, ജലശക്തി വകുപ്പുകൾ വേണമെന്ന ആവശ്യം JDU ഇപ്പോഴും തുടരുകയാണ്. കേരളത്തിലുണ്ടാകുന്ന മുന്നേറ്റം ലക്ഷ്യമിട്ടാണ് സുരേഷ് ഗോപിയെ മന്ത്രിയാക്കാനുള്ള തീരുമാനം. ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീന, ശ്രീലങ്കൻ പ്രസിഡന്റ് റെനിൽ വിക്രമസിംഗെ, നേപ്പാൾ പ്രധാനമന്ത്രി പുഷ്പ കമൽ ദഹാൽ എന്നിവരടക്കമുള്ള നേതാക്കൾ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. രാഷ്ട്രപതി ഭവനിൽ ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. 3-ാം NDA സർക്കാരിന്റെ സത്യപ്രതിജ്ഞ നാളെ. സീറ്റ് വിഭജനത്തിലും വകുപ്പുകളിലും സമവായത്തിലേക്ക് എത്തിയിരിക്കുകയാണ് NDA. സുരേഷ് ഗോപിയും ചിരാഗ് പാസ്വാനും ഉൾപ്പെടെ നേതാക്കൾ മന്ത്രിസഭയിലേക്ക് എത്താൻ സാധ്യതയുണ്ട്. NDA നീക്കങ്ങളുടെ ഏറ്റവും പുതിയ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്നും രുചീഷ് വി രവീന്ദ്രൻ ചേരുന്നു. രുചീഷ്, JDUവിന് ഒരു ക്യാബിനറ്റ് മന്ത്രി, TDPക്ക് 2 ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും, ഇതൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്ന ധാരണകൾ. ഏതായാലും എല്ലാ ഘടകകക്ഷികളും ഒരു സമവായത്തിൽ എത്തിച്ചേർന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ? ലക്ഷ്മി, അത് തന്നെയാണ് ഏറ്റവും ഒടുവിൽ BJP എന്തായാലും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രധാന വകുപ്പുകളൊന്നും തന്നെ BJP ഘടകകക്ഷികൾക്ക് വിട്ടു നൽകാൻ സാധ്യതയില്ല എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. BJPയുടെ സമവായത്തിന് ഘടകകക്ഷികൾ ഏറ്റവും ഒടുവിൽ വഴങ്ങുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. 2 ക്യാബിനറ്റ് മന്ത്രിസ്ഥാനത്തിന് വേണ്ടിയാണ് ഏറ്റവും ഒടുവിൽ BJP TDPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൽ ഗുണ്ടൂരിൽ നിന്നുള്ള രാംമോഹൻ നായിഡു എന്തായാലും മന്ത്രിയാകും എന്ന് ഉറപ്പാണ്. അതോടൊപ്പം ചന്ദ്രശേഖർ പൊമ്മസാനി, അതോടൊപ്പം ഹരീഷ് ബാലയോഗി എന്നിവർ കൂടി സഹമന്ത്രിമാരാകാനുള്ള ഒരു സാധ്യതയും TDPയിൽ നിന്നുണ്ട്. JDUവിനും 2 മന്ത്രിസ്ഥാനമാണ് ഉണ്ടാകുക. ഒന്നായിരിക്കും ക്യാബിനറ്റ് മന്ത്രി എന്നാണ് മനസ്സിലാക്കുന്നത്. സഞ്ജയ് ഝാ, ലല്ലൻ സിംഗ് എന്നിവരുടെ പേരുകളാണ് JDU മന്ത്രിമാരായി ഉയർത്തിക്കാട്ടുന്നത്. 5 അംഗങ്ങളുള്ള LJPയിൽ നിന്ന് രാംവിലാസ് പാസ്വാന്റെ മകൻ ചിരാഗ് പാസ്വാൻ തന്നെ മന്ത്രിയാകും എന്ന് ഏകദേശം ഉറപ്പാണ്. അതിൽ മറ്റ് ആളുകളുടെ പേരുകളൊന്നും നിർദ്ദേശിക്കപ്പെട്ടിട്ടില്ല. അതോടൊപ്പം ശിവസേന ഷിൻഡെ വിഭാഗത്തിനും ഒരു ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം ലഭിക്കും. ഇത്തരത്തിലാണ് ഘടകകക്ഷികളുടെ മന്ത്രിസ്ഥാനത്തിൻ്റെ പേരുകൾ BJP ഇവർക്ക് ഘടകകക്ഷികൾക്ക് മന്ത്രിസ്ഥാനം നൽകിയിരിക്കുന്നത്. BJPയിൽ നിന്ന് പതിവ് പോലെ നമ്മൾ കണ്ടു നിൽക്കുന്ന മുഖങ്ങൾ ഒന്നും കാര്യമായി മാറ്റം ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. നിതിൻ ഗഡ്കരി, അതോടൊപ്പം അമിത്ഷാ, രാജ്നാഥ് സിംഗ്, ജയ്ശങ്കർ തുടങ്ങിയ പേരുകളെല്ലാം തന്നെ ഇത്തവണയും മന്ത്രിമാരുടെ സാധ്യതാ പട്ടികയിൽ നിൽക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ശിവരാജ് സിംഗ് ചൗഹാൻ റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ വിദിഷയിൽ നിന്ന് ജയിച്ച് പാർലമെന്റിൽ എത്തിയിട്ടുണ്ട്. തീർച്ചയായും ശിവരാജ് സിംഗ് ചൗഹാൻ നേരത്തെ നരേന്ദ്രമോദിയോളം പ്രാധാന്യം BJPയിലുള്ള ഒരു നേതാവാണ്. മധ്യപ്രദേശിൽ ഇത്തവണ 29 സീറ്റുകളും തൂത്തുവാരിയതാണ്. ശിവരാജ് സിംഗ് ചൗഹാനായിരിക്കും ഇത്തവണ ഒരു പുതുമുഖമായി മാറുക. അതോടൊപ്പം സുരേഷ് ഗോപി, കേരളത്തിന്റെ പ്രതിനിധിയായി സുരേഷ് ഗോപി എത്തുമെന്ന് ഉറപ്പാണ്. അദ്ദേഹത്തിന് ക്യാബിനറ്റ് മന്ത്രി പദവി കിട്ടുമോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ധാരണയില്ല. ക്യാബിനറ്റ് പദവി ഇല്ലെങ്കിൽ സ്വതന്ത്ര ചുമതലയുള്ള ഒരു മന്ത്രി സ്ഥാനമെങ്കിലും സുരേഷ് ഗോപിക്ക് ലഭിക്കും എന്ന് ഉറപ്പാണ്. എന്തായാലും BJP പ്രധാന വകുപ്പുകൾ കൈമാറില്ല എന്ന് മാത്രമല്ല, അതോടൊപ്പം സ്പീക്കർ പദവിയും കൈമാറാൻ സാധിക്കില്ല എന്ന് BJP അറിയിച്ചിട്ടുണ്ട്. പക്ഷേ TDPയുടെ ഒരു സമ്മർദ്ദത്തിൻ്റെ ഫലമായി ഡെപ്യൂട്ടി സ്പീക്കർ പദവി TDPക്ക് നൽകാനുള്ള ഒരു സാധ്യതയുണ്ട്.
പ്രധാനമായി കൃഷി വകുപ്പ് JDU ആവശ്യപ്പെട്ടിരുന്നു. JDUവിന് കൃഷി വകുപ്പ് നൽകാൻ സാധ്യതയില്ല. കൃഷി വകുപ്പും റെയിൽവേയുമാണ് കാര്യമായി JDU ആവശ്യപ്പെട്ടത്. ആ വകുപ്പുകൾ എന്തായാലും JDUവിന് നൽകില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും വരുന്ന സൂചന. TDPക്ക് സ്റ്റീൽ അതോടൊപ്പം വ്യോമയാന മന്ത്രാലയം നൽകി ഒരു സമവായത്തിലെത്തുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഈ രണ്ട് സംസ്ഥാനങ്ങൾക്കും ആവശ്യപ്പെട്ടിരിക്കുന്നത് സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക പദവിയാണ്. അത് പിന്നീട് പരിഗണിക്കാം എന്ന തരത്തിൽ അതൊരു സമവായത്തിലെത്തുകയാണ്. അത് പിന്നീടായിരിക്കും ആ തരത്തിലുള്ള ചർച്ചകൾ നടക്കുക. പക്ഷേ ഫണ്ട് ഉറപ്പാക്കാൻ സംസ്ഥാനങ്ങളിലേക്ക് ഫണ്ട് ഉറപ്പാക്കാൻ പ്രത്യേക പാക്കേജ് എന്തായാലും BJP നൽകും എന്ന് ഏകദേശ ധാരണ ആയിട്ടുണ്ട്. ലക്ഷ്മി. രുജീഷ്, മൂന്നാം മോദി സർക്കാരിന്റെ സത്യപ്രതിജ്ഞയ്ക്കായി എന്തൊക്കെ ഒരുക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്? ഏതൊക്കെ ലോക നേതാക്കന്മാർ പങ്കെടുക്കും? അവസാനവട്ട ഒരുക്കങ്ങൾ എങ്ങനെയാണ് അവിടെ? പതിവിൽ നിന്ന് വ്യത്യസ്തമായി രാഷ്ട്രപതി ഭവനിൽ വെച്ച് തന്നെയാണ് ഇത്തവണ സത്യപ്രതിജ്ഞ. മറ്റ് വലിയ പരിപാടികളിലേക്ക് പോകുന്നില്ല. അതിവേഗം മൂന്നാം സർക്കാരിലേക്ക് ഈ NDA കടക്കുകയാണ്. അതിനായി നേരത്തെ തന്നെ ഈ വിജയം തുടങ്ങിയപ്പോൾ തന്നെ 9-ാം തീയതി വരെ, നാളെ വരെ രാഷ്ട്രപതി ഭവനിലേക്കുള്ള സന്ദർശകരുടെ വരവ് വിലക്കിയിരുന്നു. പിന്നെ അവിടെ മറ്റ് ഒരുക്കങ്ങൾ ആ സമയത്ത് തന്നെ തുടങ്ങിയിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ചർച്ചകളുടെ ഭാഗമായി പ്രധാനമന്ത്രിയും മറ്റ് NDA കക്ഷികളുടെ ഒക്കെ ചർച്ചകൾ നടക്കുമ്പോഴും സത്യപ്രതിജ്ഞയ്ക്കുള്ള ഒരുക്കം ഒരു ഭാഗത്ത് നടക്കുന്നുണ്ടായിരുന്നു. വിദേശത്തുള്ള ലോക നേതാക്കളെല്ലാം തന്നെ, അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം തന്നെ നരേന്ദ്രമോദിയെ നേരിട്ട് വിളിച്ച് അഭിനന്ദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പ്രധാനമായും അയൽ രാജ്യങ്ങളായ ബംഗ്ലാദേശ്, നേപ്പാൾ, ശ്രീലങ്ക തുടങ്ങിയ രാജ്യങ്ങളിലെ രാഷ്ട്രത്തലവന്മാർ ഇങ്ങോട്ടേക്ക് നാളെ എത്തും. അവിടെ നിന്ന് നേപ്പാൾ പ്രധാനമന്ത്രി, അതോടൊപ്പം ശ്രീലങ്കൻ പ്രസിഡന്റ്, ബംഗ്ലാദേശ് പ്രധാനമന്ത്രി എന്നിവർ എന്തായാലും നാളത്തെ ചടങ്ങിൽ പങ്കെടുക്കും. മറ്റ് വിദേശ പ്രതിനിധികളെല്ലാം തന്നെ വിദേശ രാജ്യങ്ങളിൽ പലതും പ്രതിനിധികളെ അയക്കാനാണ് സാധ്യത. എന്തായാലും ഒരു 1000-ഓളം പ്രധാന ആളുകളെ തന്നെ ക്ഷണിച്ചിട്ടുണ്ട്. ആ വലിയ ഒരുക്കങ്ങൾ തന്നെയാണ് രാഷ്ട്രപതി ഭവനിൽ നടക്കുന്നത്. ലക്ഷ്മി.